പെണ്ണ് കേസ് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല. ഭയങ്കര ഒരു ബോറിംഗ് ആയിപ്പോയി. സിനിമ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിലാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയിൽ വരുന്ന പ്ലോട്ടും അതിന്റെ പ്ലോട്ട് ട്വിസ്റ്റും ക്ലൈമാക്സ് ട്വിസ്റ്റ് വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും ഒരു പുതുമ സിനിമയിൽ നമുക്ക് തോന്നിയില്ല. സിനിമ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നമുക്ക് ഓരോ സീനും നമുക്കിങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. ഈ സിനിമയുടെ പ്ലോട്ട് കൊള്ളായിരുന്നു. ആണുങ്ങളെ കല്യാണം കഴിച്ച് പറ്റിച്ചിട്ട് കടന്നു കളയുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നല്ലൊരു പ്ലോട്ടായിരുന്നു. പക്ഷെ അവര് സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ബോറിംഗ് ആയിപ്പോയി. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇവര് ഒരു ജോണറിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നില്ല എന്നുള്ളതാണ്. കുറച്ച് നേരം സിനിമ ഭയങ്കര സീരിയസ് ആയിട്ട് പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊരു സീരിയസ് സിനിമയാണ്, കോമഡി സിനിമ അല്ല. കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് കോമഡി വരും. അപ്പോൾ വിചാരിക്കും ഇതൊരു കോമഡി മൂവിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവര് ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ബെറ്റർ ആയനെ. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഖില വിമലാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ ആയിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിന്റെ പെർഫോമൻസ് ജസ്റ്റ് ഒരു ഓക്കെ പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സിനിമയിൽ ഒരു ഇംപ്രസീവ് ഒരു ക്യാരക്ടർ ചെയ്തത് ഹക്കീം ഷാജഹാനാണ്. ഒരു പോലീസ് കഥാപാത്രമാണ്. അപ്പോൾ നിഖില വിമലിന്റെ കേസ് ഡീൽ ചെയ്യുന്നത് ഹക്കീം ഷാജഹാന്റെ കഥാപാത്രമാണ്. അപ്പൊ പുള്ളി അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പുള്ളി ആ ഒരു ക്യാരക്ടർ പിടിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഫെബിൻ സിദ്ധാർത്ഥാണ് ഈ സിനിമ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ആകമൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയായിട്ട് തോന്നിയില്ല. OTT വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് മറക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് പെണ്ണ് കേസ് എനിക്ക് അനുഭവപ്പെട്ടത്.